Hi guys, welcome to another episode of Yellow Makeover. ഇന്ന് നമ്മളൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കോഫി പൗഡറാണ്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിനകത്തോട്ടേക്ക് കുറച്ച് എന്നാണ് ഞാൻ പറയുന്നത്, ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ടാണ്, അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് അളവ് തീരുമാനിക്കുന്നത്. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഞാൻ അളവൊന്നും പറയുന്നില്ല. നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് വല്ലാണ്ട് ഒലിച്ചു പോകുന്ന തരത്തിലാവരുത് കൺസിസ്റ്റൻസി, എന്നാലും വല്ലാണ്ട് തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മുടെ വേർപ്പും ഡേർട്ടൊക്കെ ഉള്ള ഫേസിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടാൻ പാടില്ല. നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഒന്നില്ല, എളുപ്പമാണ്. നേരെ അതെടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ബ്രഷൊന്നും യൂസ് ചെയ്യേണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഞാനിതിൽ ചെയ്തിട്ടില്ല, എന്നാലും നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ നമ്മൾ വീക്കിലി ഒരു പ്രാവശ്യം ഈ സെയിം ഫേസ് പാക്കിൽ നമ്മൾ പൊടിയുപ്പും ചേർത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ സാൾട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. സ്ക്രബ്ബർ നമ്മൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമല്ല, നമുക്കത് വീക്കിലി ഒരിക്കലും യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് കഴുത്തിൽ കൂടെ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് കണ്ണിന് മുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ണിന് മുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ സാൾട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിത് കണ്ണിന് മേലെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിതിൽ കാണിക്കുന്നത് പോലെ മൈൽഡായിട്ട് സർക്കുലർ മോഷനിൽ ഒരു മസാജ് കൊടുക്കുക, ഒരു 3 to 5 minutes മാക്സിമം. അപ്പോഴേക്കിനെ നമ്മുടെ മൂക്കിലൊക്കെയുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും സ്കിന്നെ. മസാജിന് ശേഷം ഈ ഫേസ് പാക്ക് 20 minutes വെക്കുക. അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. എൻ്റെ ഫേസ് പാക്ക് 20 minutes ആയതിനു ശേഷം ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര വേർപ്പായിരുന്നു എനിക്ക്. ഫേസ് പാക്ക് മുഴുവൻ ഒലിച്ചിങ്ങനെ താഴെയാണ്. അപ്പോൾ ഈ 20 minutes മേലെ എന്തായാലും വെക്കണ്ട, ഡ്രൈ ആവും വെക്കുന്നില്ല. ഞാനത് വാഷ് ചെയ്ത് കളയാണ്. വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് ചേഞ്ചസ് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. ഈ സമ്മർ സീസണിൽ ഡെയിലി പുറത്ത് പോകുന്നവരൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ വൈകുന്നേരം വന്നിട്ട് ഈ ഫേസ് പാക്ക് എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തരുന്ന ഫേസ് പാക്കാണ്. നമുക്ക് ടാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫേസ് പാക്ക് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.